ഹായ് ഹലോ അസ്സലാമലൈക്കും. സാമിറ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മളിപ്പോഴത്തെ അവസ്ഥ. ഉമ്മാക്ക് സുഖമില്ല, ഉമ്മാക്ക് പനിയൊക്കെ ആയിട്ട് കിടക്കാൻ രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച്. ഉമ്മ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്, അങ്ങനെ ചായ കുടിക്കുന്നുണ്ട്. തീരെ വയ്യ. ഇപ്പോൾ ഓക്കെ അമ്മ, ഗുളിക കുറച്ച് ലേശം ഒരാശ്വാസം. രാവിലെ തന്നെ ഒരുപാട് അലക്കാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഇന്ന് തന്നെ തുണിയൊക്കെ ഒരുപാട് അലക്കാൻ ഇനിയുണ്ട്. മേലെ എൻ്റെ റൂമിലും ഉണ്ട് കുറച്ച് തുണിയുണ്ട്. രാവിലെ തന്നെ കുറച്ച് തിരക്കില്ല. പിന്നെ അമ്മായി പിന്നെ രാവിലെ എഴുന്നേച്ച് ചായ ആക്കുന്നുണ്ട്. ദോശ അമ്മായി, ദോശയും പത്തിലെല്ലാം ഉണ്ട് അമ്മായി. എന്താ കറി, ദോശയും കറിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ എഴുന്നേക്കാൻ കുറച്ച് വൈകി. നല്ല കിഴങ്ങറിയുണ്ട്. അങ്ങനെയൊക്കെ എല്ലാമാണ് മക്കളെ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വീഡിയോസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇനിയും നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകണം, ക്ലീൻ ആക്കാൻ പോകണം. പ്രാവൊക്കെ നല്ല ഉഷാറായിട്ട് ഇരിപ്പുണ്ട്. വാപ്പ ഇന്നലെ വന്നില്ലല്ലേ? ഇല്ല, വാപ്പ ഇന്നലെ വന്നിട്ടില്ല. ഉമ്മാക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങ് പോന്ന്. അങ്ങനെയൊക്കെ അങ്ങനെ മക്കളെ പാത്തു എണ്ണീച്ച് വന്ന് ഞാൻ ചായ എല്ലാം കുടിച്ച് കിരിഞ്ഞ് പാത്തു ചായ കുടിക്കുകയാണ്. എനിക്ക് നല്ല പനിയുണ്ട്. അങ്ങനെ അലക്കുന്ന മിഷ്യൻ്റെ അന്ന് ഇങ്ങനെ കറക്കുകയാണ്, ഇറക്കുകയാണ്. അങ്ങനെ എല്ലാമാണ്. കിച്ചൻ്റെ അകത്തുള്ള പണിയെല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെയുള്ള സമയം ഇപ്പത്തേന 10 മണിയായി. നല്ല അടിപൊളി പത്തിലും ദോശയും കറി ഉണ്ടോളി. ഇന്ന് നമുക്ക് നോക്കി നോക്കാം. എന്താ ബാജി കറിയാറ്റ്, ദോശയുണ്ട്, മറ്റേത് ബാജി കറിയാ കേട്ടാ. മോള് വീട്ടിൽ കൂടിയിട്ടാണ്, നിൽക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഭയങ്കര ബറ വന്നിട്ടാണ്. പക്ഷേങ്കിൽ ആ വീട്ടിൽ കൂടെ കഴിയുന്നവരെ എനിക്ക് അങ്ങനത്തെ ബറയും തന്നില്ല. ആ ഗുളിക കുടിച്ചിട്ട് നല്ല ഉഷാറായിട്ട് ഞാൻ നടന്നു. ഇടക്കിടക്ക് ശേഷം പോയി കിടന്നിക്കുന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. പിന്നെ കുറച്ചവിടെ കിടന്നേരം കുട്ടികൾ പേരലിട്ട് കിടക്കുന്നല്ല, പറിച്ച് അവി കൈ കണ്ടിക്കാ ചോദിക്ക്. സാധാരണ അവി കൈ നിറച്ചു മൈലാഞ്ചി ഉണ്ടാവേ. ഇത് സ്വന്തം വീട്ടിൽ കൂടെല്ലാക്കും. എൻ്റെ മോള് ഒട്ടിക്കില്ല, ഞാനും ഒട്ടിക്കില്ല, പാത്തു ഒട്ടിക്കില്ല, ആരും ഒട്ടിക്കില്ല. നേരെ വേണ്ടല്ലേ, എല്ലാത്തരം വേണ്ടാത്തരെല്ലാം മൈലാഞ്ചി ഉണ്ടാവും. പിന്നെ ഇൻഷാ അല്ലാ ഞാനെന്നാൽ ഓരോ വീഡിയോസ് എടുക്കട്ടെ. കഴിയുന്നില്ല മക്കളെ, തീരെ കഴിയുന്നില്ല, ക്ഷീണ ഭയങ്കര. ഓക്കെ, ഗുളിക കുടിക്കട്ടെ. ഇന്നലെ അങ്ങനെ രാത്രി വീട്ടിൽ കൂടലും കഴിഞ്ഞ് കേശുവാലിറ്റി കൊണ്ടുപോയിട്ട് കാണിച്ചു തരല. എന്താ കേശുവാലിറ്റി കാണിക്കുമ്പോൾ ചോന്ന ഷീട്ടല്ല ഉണ്ടാവുക. എന്താ കേശുവാലിറ്റി കാണിച്ച് അങ്ങനെ ഗുളികയിൽ എന്താന്ന് നല്ലൊരു ഷീട്ട് മരുന്നിൻ്റെ ബില്ലാന്ന് തോന്നുന്നു. എന്താ ഇത് 6 മണിക്കൂർ ഇടവിട്ട് കുടിക്കുക. കാരണം നിങ്ങൾ കുടിക്കട്ടുള്ളൂ. ഇത് ഇന്നലെ ഇഞ്ചക്ഷൻ ബുക്ക് ചെയ്യുന്നു ഡോക്ടർ. നോക്കുമ്പോൾ പിന്നെ ഞാൻ അവിടെ കാണിക്കാൻ പോകുന്നതിൻ്റെ 1/2 മണിക്കൂർ മുന്നേ ഗുളിക കുടിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് വെച്ചില്ല. ഇത് 6 മണിക്കൂർ കൂടുമ്പോൾ കുടിക്കാൻ പറഞ്ഞിട്ട് ഇന്നലെ അതിന് 4 മണിക്ക് ഇടിച്ച് കുടിച്ചാൽ. അന്നേരം ഈ ഗുളിക കുടിച്ചതിനാണൊക്കെ നല്ല വേർപ്പിന് വന്നേട്ടാ. നല്ല വേർപ്പ് വന്നു. നിങ്ങളെൻ്റെ തലക്ക് വെച്ച ഗുളികയാണില്ല ലൈവിൽ ഇത് കഴിച്ച് ഞാൻ കുടിച്ച് തീർത്തേക്ക്. കാരണം വെച്ചാൽ കാണിക്കാൻ പോകുന്ന നേരെ ഇല്ലേനു. പിന്നെ ഇത് ഇന്നലെ രാത്രി ഒന്ന് വായിലാക്ക് 4 മണി 4:30 മണിയായിക്ക് ഒന്നെടുത്ത് ഞാൻ കുടിച്ചതാ. ഇത് രാത്രിയാവുള്ളൂ. ഇന്നൊന്നും കുടിക്കട്ടണ്ട. ഇത് നല്ല ഗുളികയാണ്. ഇത് ഇന്നലെ ഗവൺമെൻറ് ആശുപത്രിയാണെങ്കിലും 10 മണി നല്ല 12 മണി 1 മണിയായിട്ടായിക്കില്ല, 1:30 മണിയല്ലേ? 1:30 മണിയായിട്ടായിക്ക്. ഇപ്പോൾ ആടെ ഉണ്ടാവില്ല, അത് പുറത്തുനിന്ന് CM ഒന്ന് വാങ്ങിച്ച ഗുളിക. അതൊരു കോണ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ എപ്പോഴും മെഡിക്കൽ ഷോപ്പ് ഉണ്ടാവുമല്ലോ, വലിയ ഹോസ്പിറ്റലിൻ്റെ. ഈ ഗുളിയാണ് നല്ല ഗുളിക. എന്നാൽ ഓക്കെ മക്കളെ, ബാക്കി വീഡിയോസ് എല്ലാം എടുക്കട്ടെ. കണ്ട സമയം എത്രയായി? 11 മണിക്ക് എഴുന്നേച്ച് വന്നിട്ട് ഉമ്മാനോട് സുഖവിവരം അന്വേഷിക്കുന്ന അനുസ്കയാണിത്. തോക്കൊക്കെ കേട്ടാ വന്നേക്കുന്നത്.
നിങ്ങളാര് വീരപ്പനാ? അതിന് ഉള്ളിൽ കുടിച്ചാലോ പോകുന്നത് സാരി മിണ്ടരുത്, എനിക്ക് ചിരിച്ച് വയ്യ ഇന്നലെ. അല്ല ഇത് ചുരിദാർ ചോപ്പല്ലേ, പിന്നെ അതേപോലത്തെ സാരി ചോപ്പല്ലേ. എന്നാലും എന്റെ മക്കളെ ചുമന്ന സാരി ഉടുക്കണ, ചുമന്ന വാച്ച്, ചുമന്ന അതാ ഹുവ. ഞാൻ ഇന്നലെ കൊറേ കളിയാക്കി. 1 മണിക്ക് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പാവം പയ്യനിട്ട്. എനിക്ക് ഇങ്ങനത്തെ ഭർത്തം വരുന്നേ ഒരു ഭർത്തം വരുന്നില്ല. പക്ഷെ അയ്യോ കുഞ്ഞന്റെ പണി, ഇവിടുത്തെ പണി ആ കുഞ്ഞന്റെ തന്നെ മേത്തില്ല. അപ്പൊ അന്നേരേ ഞാൻ കണക്കാക്കിക്ക് ആ പൊള്ളൽ എന്റെ മേത്തിന് പാല് എനിക്ക് ആ കുഞ്ഞന്റെ. പ്രാവെടുത്ത് തീറ്റ കൊടുത്തില്ല, മരണം തീർത്തത്രയായി. ഇനി എന്ത് കൊണ്ടുപോവാനാ? അത് പോക്കേ വരുന്നുണ്ടല്ലോ അവിടെ. അതങ്ങനെ പ്രാവ് അങ്ങനെയാണ്, തല കറക്കുന്ന പ്രാവാണ്. ഞാൻ അത് അസുഖാണ്, അത് മാടിനൊക്കെ വരും ഇതുപോലെ. മാറൂലമ്മ, പ്രാവക്കും പശുവിന് ആടിനൊക്കെ ഇങ്ങനെ അസുഖങ്ങൾ വരും, ഈ തല കറക്കുന്ന സ്വഭാവം. അങ്ങനെയുള്ള നമ്മൾ വീട്ടിൽ നിർത്തിക്കൂടാന്നും പറയുന്നുണ്ട്. അതിനെ പുറത്താക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞ സത്യമാണ്, എന്റെ ഒരു അറിവ്. പിന്നെ കാണാണ്ട് ഇവള് കണ്ണിച്ചോറിയാ ഇവർക്ക് അതിനെ പുറത്ത് അത് ഒന്നും ഇതിനെ പുറത്തൊരു ജീവനുണ്ട്, ജീവനുണ്ട് അല്ലേ? എന്നാ കൊണ്ട് കാണിയിരുന്നു. ഞങ്ങൾ അത്ര കണ്ണിച്ചോറില്ലാത്ത ആൾക്കാരല്ല ഇതിനെ പോലെ. ആയിക്കോട്ടെ, നമുക്ക് കണ്ട സാധ്യത അല്ല ഊളാട്ടിന്റെ പശുവിനെ തല കറക്കുന്ന പശുവിന്റെ തല കറക്കുന്നവർ കണ്ടിട്ട് ഇവിടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ തല കറക്കുന്ന ആടൊക്കെ ഉണ്ടായിരുന്നു. അത് അസുഖാണ്. അത് ഇപ്പൊ മനുഷ്യന് വൈകല്യം വരുന്നത്, മാറാത്ത വൈകല്യ. പുറത്താക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പുറത്താക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനെ വളർത്തിക്കൂടാ എന്ന് ദോഷം, അങ്ങനെ വളർത്തിക്കൂടാന്ന് എന്റെ ഒരു അറിവ്. അർത്ഥം കറി വെച്ചേ പൂച്ച പട്ടി ഞാൻ എന്റെ ഒരു അറിവ് പറഞ്ഞാണ്. നിങ്ങൾക്കൊക്കെ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് പറയണേ, കമന്റ് ആയിട്ട് പറയണേ. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. പോണമ്മ. അല്ല, ഇത് കേൾക്കുന്ന ആൾക്കാരും കാണൂല, അപ്പൊ അവർക്ക് മനസ്സിലാവൂലേ? ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അപ്പൊ അവർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞപ്പോ ശരിയാണെങ്കിലോ. അപ്പൊ അത് കമന്റ് ആയിട്ട് വന്നോളൂ. നിങ്ങൾ കമന്റ് ആയിട്ട് പറയൂ, ഞങ്ങൾക്ക് പക്ഷി മൃഗാദികളെ പറ്റിയിട്ട് ഐഡിയാസ്. ഉമ്മ കോയിനെ വളർത്താൻ മുട്ടിട്ട് അമ്പലത്തിൽ അടിക്കാൻ അല്ലാണ്ട് വേറൊന്നും കറിത്തോടാ. പശു മുട്ടയിടാം. പശുവിനെ പോറ്റി പാല് 6, 7, 8 ലിറ്റർ പാല് ഒറ്റക്ക് ഞാൻ കറന്ന് സൊസൈറ്റി കൊണ്ടപ്പെട്ടോളാം. അതാ ഞാനും കറന്നിട്ടുണ്ട്. അങ്ങനെ നമ്മള് കറക്കുമ്പോഴത്തേക്ക് ഇക്കത്ത് പറയുകയും ചെയ്തില്ലേ, ആള് മാറി കറക്കുമ്പോ പശു പാല് ചുരത്തത്തില്ല. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എനിക്ക്. മകപ്പ് ഞാനും മേക്കെ ഒരേ രീതിയിൽ വളർന്നു വന്ന നല്ല നാടൻ പുറത്തെ നമ്മള്. അയ്യേ, പശുവിന്റെ എന്നാ പിന്നെ നമ്മള് ഉമ്മാനെ കൊണ്ട് ഇടുമ്പോന്നില്ല. ഇല്ല, എന്നാല് കുറച്ച് ഉഷാറായി. ഓട്ടോറിക്ഷ പോവാ. ഓട്ടോറിക്ഷ സീറ്റ് പൂച്ച മാന്തിക്കുണ്ടെങ്കിൽ ഉപ്പാന്റെ ബാധ്യത രാത്രി പറയില്ല. പൂച്ച എന്നും പൂച്ച കയറൂല. പൂച്ചാണ്ടി എന്നാ മതി. അങ്ങനെ നമ്മളെ പാത്തു അനസിന് ചായ എടുക്കുകയാണ്. ഇങ്ങനെ ഇട്ടിളക്കുകയാണ്.
മന്ദം 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 വരുന്ന പുതിയാപ്പിൾക്ക് ആർക്കഴായ അയ്യ അങ്ങ് ഉണ്ടാക്കുന്നേ ഞാൻ വിചാരിച്ച് കാണിച്ചു നാസ്തയാ ദോശയല്ലാലോ 10 പാത്തു അങ്ങനെ സാരി മടക്കുകയാണ്. നല്ല അടിപൊളി സാരി വാങ്ങിയതിന് മക്കളെ കാണിച്ചു കൊടുക്ക്. സാരി ഉടുക്കാൻ കഴിഞ്ഞിട്ടില്ല, സുഖവും ഇല്ല. നല്ല ഫുൾ വർക്കിൽ വരുന്ന ഫുൾ. ഇതെന്തെന്ന് ഇങ്ങനെ മടക്കുന്നത്? ചുരുക്ക് എടുക്കുന്നതിൻ്റെ ഒട്ടും ചെറുക്ക് വർക്ക് അല്ല, അതിൻ്റെ ഉള്ളിൽ ഫുൾ വർക്കാ അല്ലേ? ഫുൾ ഇങ്ങനെയല്ല, മറ്റേ ഭാഗം ഫുള്ളായിട്ട് വർക്കുണ്ട്. ഇത് കുറച്ച് സ്ഥലത്തായുള്ളൂ. സാരി ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല മക്കളെ. പിന്നെ അതുവരെ ചെറിയ ബ്ലൗസ് കൈക്ക് നീളമുണ്ട്, മറ്റേ ഇതിന് നീളമില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ ബ്ലൗസ് പാവാട ബ്ലൗസ് ആണുങ്ങൾക്ക് ഇതെല്ലാം വായിക്കോട്ടെ ചേട്ടാ. എൻ്റെ വാച്ച് നോക്കണം. എൻ്റെ കൈക്ക് ഇതെല്ലാം വെച്ചടിച്ചിട്ട് എല്ലാം വെച്ചടിച്ചിട്ട് നോക്കുമ്പോൾ സുഖമില്ലാണ്ടായി. പിന്നെ ബ്ലൗസ് ചെറുതായിട്ട് അതിൻ്റെ ഇന്നർ എടുക്കുക മറന്നും പോയി. സങ്കടം പാത്തു നല്ല ചിരിച്ച് വീണ് സങ്കടം കൊണ്ടല്ല, ആ വലിയ ആളോട് സാരിയെല്ലാം എടുത്ത് പോയിട്ട് മറ്റേ ഇന്നലെ എന്നെ സൂയിപ്പാക്കി ചിരിച്ചോള് വീണ് കോളി തന്നെ. ബ്ലൗസ് ചെറിയ ബ്ലൗസ്, അതിനാ ഞാൻ പറഞ്ഞു ഇന്നർ ഇടണോ നടിയിൽ. ഇന്നറല്ല, മറ്റേ ഒരു പെറ്റിക്കോട്ടുണ്ട് എനിക്ക്, നല്ല കോട്ടൻ്റെ. അത് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ആർക്കും പാകമല്ല, നമ്മളെ ശരീരം എപ്പോഴും പുറവും വേഗം കാണുന്നു. എല്ലാ മക്കളെ ഉടുക്കലുടുക്കും. അങ്ങനെ ഭാര്യക്കും വേണ്ടിയിട്ട് എൻ്റെ പൊന്നാരൂപ്പ എന്താ കൊണ്ടുവന്ന ഇളഞ്ഞു വെള്ളം, ഇളഞ്ഞു വെള്ളം കൊണ്ടുവന്നതാണ്. ഏടെ ഇവിടെ ഉണ്ടല്ലേ. ഇത് പൊളിച്ചിക്കില്ല. അത് പൊളിച്ച് ഏത് സത്യം മേലെ പോയി കാണിച്ചു. ഉമ്മ എന്തിനു കുറ്റം പറയും, അതും കേട്ടിട്ട് ഓടിങ്ങി വരും അടുക്കള. നിനക്ക് അടുക്കള പണിയൊന്നുമില്ലേ പൊടി? ഉപ്പ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കില്ല. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു ഉപ്പ. അതായത് ഇനിയും സൈഡായി നല്ല സൂം പിടിച്ചിട്ടുണ്ട്. പനിയാന്ന് പറഞ്ഞിട്ട് നല്ലോണം ശ്രദ്ധിച്ച് കിടന്ന് ഉറങ്ങാ. അയ്യോ പാവന്റെ ഉമ്മ. അങ്ങനെ ഉപ്പ മീൻ മേടിക്കാൻ പോകുന്ന രംഗമാണ് കാണുന്നത്. ഓട്ടോറിക്ഷ എടുത്തിട്ട് നോക്കിക്കളാം. അതിന്റെ ഫ്രണ്ടിൽ നിന്ന് എന്തോ ചെറിയൊരു സൗണ്ട് കേൾക്കുന്നു. കിരി എന്നല്ല സൗണ്ട്. അങ്ങനെ ഉപ്പ മീൻ മേടിക്കാൻ പോട്ടെ. ഓട്ടോറിക്ഷൻ്റെ എന്താ അവസ്ഥ എന്നറിയത്തില്ല. അങ്ങനെ നമ്മളിപ്പോൾ ആദ്യമേ കിച്ചണിൽ കയറി കിച്ചണത്തിലെ ഓരോ പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ പാത്തു എന്ത് ചെയ്യുന്നുണ്ട്? അരി വാഷ് ചെയ്യുന്നു. 12:30 മണിയായി. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പാത്തു സൂപ്പറല്ലേ, സൂപ്പർ ഫാസ്റ്റ് അല്ലേ അല്ലേ? എന്താ ചിരി കണ്ടാൽ അത് മതി അല്ലേ? എങ്ങനെ പാടുന്നു? ഒരു ചിരി കണ്ടാൽ മുറി കേട്ടാൽ അത് മതി. അങ്ങനെയാണു കുത്തിപ്പൊളിച്ചാണ്. അങ്ങനെ എന്നത്തെ പോലെ അരി വാഷ് ചെയ്തിട്ട് ഇത് അരിക്കലത്തിലിട്ട് അരിക്കലല്ല അത് അരിക്കലത്തിട്ട്. പിന്നെ പാത്രം എന്നോട് പറഞ്ഞു, പാത്രം ഇത് എനിക്ക് കുത്തി ചീടി ഇവിടെ ഈ സാധനം കൊത്തിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പം അരുവാട് നോക്കട്ടെ. 10 അരുവാട് അങ്ങനെ അരുവാട് വട്ടാൻ അത് എന്നെ അങ്ങനെ പാത്തു ഇത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് എന്നോട്. പിന്നെ നീ എന്തുകൊണ്ടിട്ട് ഞാൻ കീടിച്ചിടാൻ തോന്നുന്നത്? എനിക്കറിയത്തില്ല, എനിക്കും അറിയത്തില്ല. പടച്ച തമ്പുരാനെ, കൈയൊന്നും 2 കഷ്ണമാക്കി ഞാൻ അങ്ങോട്ട് മാറിയുന്ന
എനിക്ക് വേണ്ട മോളെ ഇഞ്ച കൈ കൊണ്ടോ വിട് വിട് ഇല്ല പാവം. ഇല്ലേ ഇഞ്ച കളി കണ്ടാലറിയാ എനിക്കറിയത്തില്ല വിട് 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 വെയിറ്റ്, എനിക്കറിയാം. വേണ്ട വേണ്ട രണ്ട് കൊത്ത് കുത്തിയാ മതി. ആ എൻ്റെ കൊത്തും എൻ്റെ പിടുത്തവും എൻ്റെ കളിയും കണ്ടാലറിയാ നോ എക്സ്പീരിയൻസ്. ആ വിട്ട വിട്ട കുരുപ്പ് ഇതാ വിട്ട പിടി ഇങ്ങനെ ചിരിക്കണുണ്ട് വെറുതെ ഡയലോഗ് അടിക്കുക എനിക്കറിയാം അങ്ങനെ ഉതിരത് എങ്ങനെ പറഞ്ഞിട്ട് വെറുതെ അപകടം പറ്റി. ഞാനൊന്നും ചെയ്തില്ല മോളെ അത് തിരിച്ചു കിടക്കാൻ നോട്ടെ എനിക്കടം ഇതുണ്ടല്ലോ അവിടെ നോക്ക്. ഇല്ലേ താൻ പോടോ വെറുതെ കാലക്കേട് ഒപ്പിക്കാനായിട്ട്. അല്ല കത്താളിന് കിട്ടിയാ മതി. അതല്ല പിന്നെ കേട്ടോ നീ ഇപ്പൊ ചോറുണ്ടാക്കുന്നില്ല പരിപാടി നോക്ക്. സമയമില്ലാത്ത സമയത്ത് അങ്ങനെ നമ്മളാ ആ പരിപാടി ഫ്ലോപ്പ് ആയിട്ടാണുള്ളത്. കണ്ടല്ലോ പാത്തുവിനാണ് അറിയത്തില്ല, എനിക്കാണെങ്കിൽ ഒട്ടും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ അതാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. എന്താണ്ടത് മീൻ തിരികണം. അയ്യേ തേങ്ങ തിരുവേണം. പിന്നെ വെണ്ടക്ക മുറിച്ചിടണം, തക്കാളി മുറിച്ചിടണം. വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ. സ്ഥിരം ചെയ്യുന്ന പരിപാടി ഒന്നുമില്ലേ? എന്നിട്ടോ പെട്ടെന്ന് വേണ്ടി ഇരുന്നാ വെറുതെ ഇരിക്കാന്നാ? എന്ത് അത് ഇപ്പൊ എങ്ങനെയാ എന്തെന്നാ കറിയോ ബേജാറാക്കുന്നില്ല. നിന്റെ കളി കണ്ടാലാണ് എനിക്ക് നോക്കിയിട്ട് കണ്ടും കൂടി പരിചയമില്ല. അപ്പൊ ഇട്ട് കണ്ടിട്ടുണ്ടാ പറയാ കണ്ടിട്ട് എങ്ങനെ പരിചയമുണ്ട്. പമ്പേഴ്സാണ് എനിക്ക് അവിടെ കിടക്ക് വെട്ടി കണ്ട പീസായി. ഇതുകൊണ്ട് കൊത്തുമ്പോ ഒരു ധൈര്യമുണ്ട്. മറ്റേ അരുവാട് വെച്ചിട്ട് ഇനി കളിക്കുമ്പോ അത് പറ്റില്ല. അത് മീൻ വെട്ടാൻ ഉമ്മ ഉപയോഗിക്കുന്നതാ. എന്നിട്ട് അതുകൊണ്ടാണ് ഇനി വെട്ടാൻ പോകുന്നത്. അതാ എങ്ങനെ വിലക്കിയത്. ഇതുകൊണ്ട് ചെയ്യുമ്പോ ഒരു സുഖമുണ്ട് കാണാനും. ഗൈസ് ഇതിന്റെ ഉള്ളിലൊന്നുമില്ല ഗൈസ്. പറ്റിച്ച് ഇതാ സാധനം കള്ളപ്പട്ടി പറ്റിച്ച്. ഇത് സ്ഥിരം ഇങ്ങനെ തന്നെയാ. ഞാൻ കൊണ്ടുപോയില്ല ഡാഡി പുല്ലേ സ്നേഹില്ലാത്തോളെ കിട്ടുന്നില്ല. ചുമ്മാട്ടാ നീ കൊണ്ടിരിക്കോ ലക്ഷം കൊടുത്തിട്ടുണ്ടേ. ഞങ്ങൾക്കൊന്നുമില്ല കേസ്. കല്യാൺ പണൊന്നുമില്ല. ഇതിനകത്തുണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് 2 കഷ്ണം കിട്ടി. തിന്നെ തക്കാളി എത്ര ധാരാളം ധാരാളം. താങ്ക് യു. വേണ്ട തക്കാളി എത്ര ചോപ്പം കോര തക്കാളി പോലെ നല്ല മീനാ. നിങ്ങൾ നല്ലോണം ഉറങ്ങിക്കുന്നില്ല? ഉറങ്ങുമ്പോ 2 മണി 2:30 ആയിക്കേ. ഞങ്ങളിവിടെ 1 മണിക്ക് 1 മണി 1:30 മണി കൊണ്ടുവരാൻ. അരി തിളച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം നമുക്ക്. അങ്ങനെ നമ്മള് വെണ്ടയ്ക്കും തക്കാളിയെല്ലാം മുറിച്ചിട്ട് മുളക് മുറിച്ചിട്ട് തക്കാളി ഒരു തക്കാളീൻ്റെ അകത്ത് എന്താ പുഴുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എടുത്തിട്ട് അത് പുഴുണ്ടല്ലേ കുറച്ച്. അങ്ങനെ അടുപ്പത്ത് ഇതിനകത്ത് എന്തെല്ലാം പുളിവെള്ളം ആ പുളിക്കറിയാ എന്താ കറി ആ തിന്നും അറിയാലോ. നമ്മൾ ചോറിങ്ങനെ അവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാത്തു ഫിഷിൻ്റെ പരിപാടിയിലേക്ക് വീണ്ടും
ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പാത്ത് ഫിഷിൻ്റെ ഇലേക്ക് പോകുന്നത്. ഇത് നമ്മുടെ പുളിക്കറിയുടെ അടുത്തുള്ള ബാക്കി പുളി. നന്മയുള്ള പാത്തുവിൻ്റെ രംഗമാണ് നിങ്ങൾ കണ്ടത്. നന്മയുള്ള പാത്തു കൊടുത്ത മീൻ പൂച്ച തിന്നുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. പൂച്ചേ അയ്യോ ഒന്നുമില്ല അപ്പോൾ തിന്നു പിന്നെയും പള്ളേരായി. ഇന്റെ പഴയ കുഞ്ഞുങ്ങളുടെ അടുപ്പ് അപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ ഇനി ഉണർത്താന്നില്ല കേട്ടോ. അല്ലാതെ ചതിയങ്ങി കാണിച്ചത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ JCB. ഇതുകൊണ്ട് ഇങ്ങനെ കോരിയെടുക്കാം. ഉണ്ടാവും കോരിക്ക് പവറില്ല. എന്താ ചെയ്യുക? കണ്ടാ സ്റ്റിയറിംഗ് ഉണ്ട്, ഇരിക്കാൻ സീറ്റ് ഉണ്ട്. അടിപൊളി, നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു JCB ആയിരുന്നു. അങ്ങനെ പാത്തു ഉള്ളി അരഞ്ഞിടുകയാണ്. മീനൊക്കെ ഇത് വെട്ടിയോ ഇല്ലല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പാത്തു ഇങ്ങനെ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ അടുപ്പത്ത് നോക്കുന്നുണ്ട്. ഇന്ന് പാത്തു ഒറ്റക്കാണ്, ഉമ്മയില്ല. അമ്മായി പെങ്ങളെ വീട്ടിലേക്ക് പോയി. ഇപ്പം ഞങ്ങൾക്ക് പിന്നെ പോകാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. പാത്തു ഇങ്ങനെ ഒറ്റയ്ക്ക് പോരാടുകയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് പാത്തുവിനിങ്ങനെ വെറുപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ എൻ്റെ ക്ലോസായ ഫ്രണ്ടാ പാത്തുവിൻ്റെ ഡിസൈൻ ക്ലോസായ ഫ്രണ്ടാ പിച്ചിട്ടാ. ഞാനല്ലല്ലോ ഇത് കിട്ടിയ നീ എൻ്റെ ഉണ്ടാ പുതിയ ഫാഷനാ. നമ്മളെ ഒരു കാര്യമായിട്ട് ഒരു കാര്യം ബ്ലാക്ക് വൈറ്റ് സബീത്ത ഇറങ്ങിയിട്ടുണ്ട്. എന്താ നിങ്ങളൊരു ഹായ് പറയൂ. ക്ഷീണവും പറ്റൊക്കെ ആടി പോകുന്ന സാബിത്ത. അടു പാമ്പേ അടു പാമ്പേ. പനിച്ച് കിടന്നു കഴിഞ്ഞാല് ഒരു ചെറിയൊരു ആക്കം കിട്ടുന്നപ്പോഴത്തേക്ക് ഇതവസ്ഥ. ആക്കൂല്ല. ഇതെല്ലാം പോയി. അങ്ങനെ അടുക്കളയിലെ പണി ഇങ്ങനെ ഓരോന്നിങ്ങനെ ഒതുക്കിക്കൊണ്ടുവരുന്നുണ്ട്. പാത്തുന് എന്തൊക്കെയോ ഇളകുന്നുണ്ട്. എന്താ പത്തു ഉണ്ടോ എന്തൊക്കെയോ ഇവിടെ വന്നാണ്. ശരി, എന്ത് ചെയ്യാനാ കെട്ടിപ്പോയി അല്ലേ പാത്തു? എന്താ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചൊറിയാൻ ഭയങ്കര ചെറിയാണ് കൈകളിൽ. പാത്തുവിനെ കൊണ്ട് പറയുകയാണെങ്കിൽ പാത്തു മഞ്ചത്തി കുട്ടിയാണ്, നല്ല മോളാണ്, എല്ലാം പറയുന്നത് കേൾക്കും. ഓക്കെ, അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് ഞാൻ കുറച്ച് ചെയ്യേണ്ടി വരാം. ഓക്കെ, ഹലോ ഗായ്സ്, ഞാൻ വന്ന് നോക്കുമ്പം ഇവരിങ്ങനെ ഒരാൾ പണിയെടുക്കുന്നു, ഒരാൾ അളക്കുന്നു. ഇവിടെ ഇങ്ങനെ തേങ്ങ ചെയ്യാറുണ്ടെന്ന് കവിത്ത കയ്യിലില്ല. അങ്ങനെ പൂച്ച വന്ന് നോക്കുന്നു. അങ്ങനെ മീൻ കൊണ്ടുപോയി വെച്ചിട്ട് ഫോട്ടോ എടുക്കണടാ. അങ്ങനെ ഇതെന്നാ സാധനം? വെണ്ട വാട്ടുന്നേ. വെണ്ട വാട്ടി ഉള്ളി ഇട്ടിട്ടില്ല. വെണ്ട വാട്ടി കറി ചെയ്ത പതക്കുന്ന മീൻ പരത്തുന്നു. ചോറ് വെച്ച് വാർത്തിട്ടുണ്ട്. എല്ലാം എനിക്ക് റോസ് മുണ്ട് വാങ്ങി തന്നിക്കില്ല. റോസ് മുണ്ട് കാണാൻ മുണ്ട് കൊടുക്കണ്ടായിരുന്നു. ഇതെന്ന് എപ്പോ മാറ്റി മാറ്റി കൊടുക്കാനല്ല മുണ്ട് വാങ്ങി തന്നെ. ഇത് മാറ്റി മാറ്റി കൊടുക്കുന്ന ആ റോസ് അമ്മൂണ്ട് ഒരു വീഡിയോസിലും ഇല്ല. അത് ശരി, ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കാണാനിട്ട് എന്റെ കൺമുന്നില്ല. പിന്നെ അലക്കാൻ പറഞ്ഞിട്ട് അലക്കി തന്നില്ല. ഇതെല്ലാം അലക്കിയിട്ടെ വൈകുന്നേരത്തെ കൊയ്യുന്നു. എല്ലാം ഞാൻ അങ്ങോട്ട് പോയി. അയ്യോ, തക്കാളി വാങ്ങിയതാ ഫ്രിഡ്ജ് നിർത്തിയ. ആ തക്കാളിയിൽ പുഴുണ്ടെന്ന് കമന്റ് കണ്ടുക്കാരോ എഴുതി.
അത് ഞാൻ കമന്റ് കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മള് നല്ല തക്കാളി പുഴു അതാണ് പെട്ടെന്ന് ശ്രദ്ധിക്കൂല നമ്മള്. എന്നാ അത് ഞാൻ കമന്റ് കണ്ടിട്ട് തക്കാളി ശ്രദ്ധിക്കണം, തക്കാളിനുള്ള പുഴ എന്തല്ല അല്ലേ അത്ഭുതം. മറ്റു കെട്ട തക്കാളിക്കാ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നല്ല തക്കാളി വലിയ പുഴുവാ, വലിയ പുഴുവാ കണ്ട ഒരു പ്രശ്നം ഇല്ല. അതാ പറഞ്ഞ എല്ലാവരും പുഴുണ്ട്. എല്ലാം അത്ഭുതം അത്ഭുതം. പിന്നെന്താ ഇങ്ങനെ ഉണ്ടൊരു കുമ്പളം പുഴു. അവയിട്ട് അങ്ങനെ കയ്യല്ലാണ്ട് കിച്ചൻ്റെ അകത്ത് വന്ന മക്കളെ. ഇവര് രണ്ടാളും എടുക്കുന്നല്ല വീഡിയോസ് എടുക്കാലോ എന്ന് വെച്ചിട്ട്. നിങ്ങൾക്ക് സന്തോഷമല്ലേ ഓരോരുത്തർ കിച്ചൻ്റെ അകത്തെ വീഡിയോസിൽ കാത്തിരിക്കുന്നു. അപ്പോൾ ചില ആൾ പറയും ഇതാരാ കാത്തിരിക്കുന്നത്. അത് നിങ്ങൾ ബഹളന്മാർ കാത്തിരിക്കൂല. ബഹളന്മാർ കാത്തിരിക്കുന്നുണ്ട്. ഓല എന്നിട്ട് എല്ലാം കാണുകയും ചെയ്യും കാത്തിരിക്കുകയും ചെയ്യും. കാത്തിരിക്കുന്നത് പറയും. പക്ഷെ 98% ആളും ഞങ്ങളെ വീഡിയോസിൽ കാത്തിരിക്കുന്നുണ്ട്. ഐസി കിടക്കുന്ന പോലെ വരെ ഞങ്ങളെ വീഡിയോസ് കണ്ടിട്ട് ഒരു സുഖം പ്രാപിക്കുന്നുണ്ട്. ഇന്നലെ എൻ്റെ മോനും പാത്തും പുറത്ത് പോയിട്ട് ആശുപത്രി കിടക്കുന്ന ഉമ്മച്ചിക്കാണ്, പിന്നെ ഉമ്മച്ചിക്ക് കാണിച്ചു കൊടുക്കേണ്ടിയിട്ടാണ് വീഡിയോസ് എടുത്ത് ഇവിടെ കാണിച്ചു കൊടുത്ത് വീഡിയോ കോൾ ചെയ്തിട്ട്. അപ്പൊ ഒത്തിരി ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ 100 കണക്കിന് ഫോണ് വരുന്ന സബി തന്നെ വീഡിയോസ് ഇല്ലാത്തതെന്ന്. ഇങ്ങനെയുള്ളത് വീഡിയോ കോൾ ചെയ്തിട്ട് ഇത് അങ്ങേരെ മുപ്പുറം മോള്, ഇത് പാത്തു, അതായത് ഞാന് ബേക്കിൽ പാത്തുവിനും കണ്ടില്ലേ, അതാ ഞാന്. ഞാനിങ്ങനെ ഫേമസ് ഒന്നുമല്ലല്ലോ. പാത്തുക്ക് എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അന്നേരം ഉമ്മ പറഞ്ഞ അത് അനസല്ലേ. അനസ് പാത്തുവിനെ മനസ്സിലാക്കില്ല. ബേക്കിൽ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കഴിക്കില്ല. പാത്തു ചമ്മി പോയിമ്മ. ഞാൻ കൊറേ കളിയാക്കി. എന്നിട്ട് കൊറേ കഴിഞ്ഞിട്ട് ഉമ്മ ആ പാത്തു അല്ലേ ഇത് പറഞ്ഞു തുടങ്ങുന്നത്. അതാണ് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ 2% പിന്നെ എന്ത് പറയാനാ, നമ്മളൊരു പാർട്ടി തന്നെ ഒരുപാട് ആൾക്കാർ. അപ്പാർട്ടി കുറേ ആൾ, ഇപ്പാർട്ടി കുറേ ആൾ, അങ്ങനെ ഇല്ല. ആ നോക്കിയിട്ട് ഏരിയില്ല. ഓക്കെ മക്കളെ കയ്യില്ല സമയത്ത് കിടക്കട്ടെ. അങ്ങനെ പൂച്ചക്കൊരു കഷ്ണം ഇട്ട് കൊടുക്കട്ടെ. പാത്ത് കുറച്ച് മീൻ മുറിച്ച് കുറച്ച് പണി പോയത്. മറ്റേ ഞാൻ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നതല്ല. കുറച്ച് ഇന്ന് മൂത്തോളും മോനും മോളാടെ പോയിക്കാം. പൂച്ചക്ക് കെറുപ്പാ, പിന്നെയും കെറുപ്പ്. ആഴ്ചക്ക് നല്ല ഇപ്പം ഒരാഴ്ച ആൾ മക്കളെ പെറ്റിട്ട് പിന്നെയും കെറുപ്പായിക്കാതെ അതിന് വെള്ളം പറിച്ച് മക്കളല്ലേ നമുക്കെല്ലാം മാണ്ടാന്ന് നോക്കാം. മനുഷ്യന്മാരില്ലേ വേമ്പേ ആയെന്ന്. അങ്ങനെ മോളും മോനോളം അങ്ങ് പോയിക്കാം. ഞാൻ ഇന്ന് അങ്ങ് പോകേണ്ടതാ മക്കളെ. കഴിയുന്നില്ല, തീരെ കഴിയുന്നില്ല. ആ പോവാത്ത അവിടെ പിന്നെ പണിക്കാറെ വെച്ചിട്ടുണ്ട്. പണി അടിക്കുകയും തുടക്കുകയെല്ലാം പണിക്കാറെ വെച്ചിട്ടുണ്ട് മോളാടെ. അത് ഞാൻ ഒറ്റ ക്ഷണം ഞാനങ്ങ് എടുത്തു കൊടുക്കും. പക്ഷെ കഴിയുന്നില്ല വീട്ടാക്ക് തീരെ. ഇവെല്ലാം ചോറും കറി ആയിട്ട് മാസം ചോറ് തിന്ന്. അയ്യോ ഓക്കെ. അങ്ങനെ പാത്തു ഇന്ന് ഉച്ചക്കത്തെ പണിക്ക് ഓളിന്ന് കുറച്ചൊറ്റക്കാണ്. കുറച്ച് സഹായിച്ച അനസ് പോയി. അങ്ങനെ എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് കിച്ചണെല്ലാം ക്ലീനാക്കി എല്ലാം കഴിഞ്ഞ് പാകണം അവിടെ എല്ലാം ഒതുക്കി വെച്ച് ഗ്യാസൊക്കെ തുടച്ച് വൃത്തിയാക്കി അങ്ങനെ എല്ലാം കഴിഞ്ഞില്ല.